ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പും ദാഹവും ഒരേപോലെ മാറി കിട്ടുന്ന ഒരു അവൽ മിൽക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാലും മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാൽ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ അവൽ മിൽക്കിന്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് പാലൊന്ന് കുറച്ചൊന്ന് വറ്റി വരാനായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ പാലിവിടെ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടയായി പോകാനായിട്ടല്ല, എന്നാൽ നമ്മൾ ഫ്രീസറിൽ 2 മണിക്കൂർ വയ്ക്കുമ്പോൾ കുറച്ചൊരു ഇത് തിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ്, ഏകദേശം 1 കപ്പോളം തന്നെ അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചുവന്ന അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവൽ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അവലിവിടെ വറുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ പൊട്ടുന്ന പോലെ ആവണം. അപ്പോഴാണ് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ അവലിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിവിടെ ഒരു 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതായത് പാളയംകോടൻ പഴം, മൈസൂർ പഴം എന്നൊക്കെ പറയുന്ന പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇത് ഉടച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ പഴം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാലൊന്ന് സെറ്റായി വരുന്ന വരെ ഇതിരിക്കട്ടെ. അപ്പോൾ ഇത് നന്നായി തണുത്ത് വരും. ഇപ്പോൾ ഇവിടെ പഴം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലും ഒക്കെ തന്നെ നന്നായി തണുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ പാല് നോക്കുകയാണെങ്കിൽ നമ്മൾ വെച്ചേക്കാളും ഇതാ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാവാനായിട്ട്. അപ്പോഴാണ് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ അവൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പഴം ഉടച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിൻ്റെ മേലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടിയുടെ ഒപ്പം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ വേറെ ഏതെങ്കിലും നട്ട്സോ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അവലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാല് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാല് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ശരിക്കും ഈ അവൽ മിൽക്കിന് നല്ല ടേസ്റ്റ് വരിക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് വീണ്ടും കുറച്ച് പഴം ഉടച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അവലൊന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. നമ്മുടെ അടിപൊളി അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കുമ്പോൾ നന്നായി അടിയിൽ നിന്ന് കുത്തി ഇളക്കിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. നന്നായി ഇത് മിക്സ് ആക്കിയതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്നും കൂടി നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ അവൽ മിൽക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.